കർണാടകയിൽ BJP ഭരണപക്ഷത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിൽ തന്നെയാണ് സിദ്ധരാമയ്യക്കെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ അവിടെ ഈ പറയുന്ന സർക്കാർ തന്നെ താഴെ വീഴും എന്നുള്ള തരത്തിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം എന്നുള്ള തരത്തിലോട്ടും കാര്യങ്ങൾ പോകുന്നതും കോൺഗ്രസിന് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോയതും സിദ്ധരാമയ്യർക്കെതിരെ തന്നെ പലതരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ കർണാടകയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന ഭരണപക്ഷത്തുള്ള ഒരു MLA തന്നെ അവകാശപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ചർച്ചയാവുന്നത്, അതായത് കർണാടകയിലെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വീഴ്ത്താനായിട്ട് പ്രതിപക്ഷ BJP ഓപ്പറേഷൻ കമല ശ്രമിച്ചു എന്ന് ആരോപിച്ചിരിക്കുന്നു. 100 കോടി രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നിയമസഭാംഗങ്ങളെ പ്രലോഭിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് ഇപ്പോൾ ഒരു ഭരണകക്ഷിയായിട്ടുള്ള MLA ഞായറാഴ്ച അവകാശപ്പെട്ടിരിക്കുന്നത്. MLAമാരെ വശീകരിച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒരു നിയമസഭാംഗവും അതിൽ വീഴില്ലെന്നും സർക്കാർ സുസ്ഥിരവും ശക്തവുമാണെന്നും മാട്ടിയിലെ കോൺഗ്രസ് MLA ആയിട്ടുള്ള രവികുമാർ ഗൗഡ ആരോപിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ കമല സ്വന്തം സർക്കാർ സ്ഥാപിക്കുന്നതിനും അതിൻ്റെ സ്ഥിരത ഉറപ്പാക്കുന്നതിനുമായി എതിരാളികളായ പാർട്ടി നിയമസഭാ സാമാജികരെ കൂറുമാറ്റാനുള്ള BJPയുടെ ശ്രമത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് MLA പറയുന്നത്. BJP ഇപ്പോൾ ഓഫർ 50 കോടിയിൽ നിന്നും 100 കോടിയായി ഉയർത്തിയെന്നും 50 MLAമാരെ വാങ്ങാൻ 100 കോടി തയ്യാറാണ് എന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഗൗഡ പറഞ്ഞതാണ്. ഇവിടെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞത്, ആരോ തന്നെ വിളിച്ചിരുന്നു എന്നും EDക്ക് പരാതി നൽകാൻ ഞാൻ ചിന്തിച്ചു എന്നും എല്ലാ ദിവസവും BJP ഞങ്ങളുടെ സർക്കാരിനെ പുറത്താക്കാൻ പദ്ധതിയിടുകയാണെന്നും 50 കോടിയിൽ നിന്നും അവർ ഇപ്പോൾ 100 കോടിയുടെ ഓഫറിലേക്ക് പോയി എന്നും പക്ഷേ ഞങ്ങളുടെ സർക്കാർ സുസ്ഥിരമാണ്, മുഖ്യമന്ത്രിയും ശക്തനാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം ഒക്ടോബറിലും 50 കോടി രൂപയും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് MLAമാരെ ആകർഷിക്കാൻ ഒരു സംഘം ശ്രമിക്കുന്നതായി ഗൗഡ അവകാശപ്പെട്ടിരുന്നു. 4 നിയമസഭാംഗങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. BJP ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BL സന്തോഷ്, കേന്ദ്രമന്ത്രിമാരായ ശോഭ കർണാഡ്ലാജെ, പ്രഹ്ലാദ് ജോഷി, HD കുമാരസ്വാമി എന്നിവർ സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഒരു സംഘമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗൗഡ ആരോപിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ നിലവിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ, അതായത് ഭരണപക്ഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെ അവസ്ഥ ഒരു വലിയ തോതിൽ പ്രശ്നത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധമാണ് ഇപ്പോൾ BJP ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സിദ്ധരാമയ്യയുടെ തന്നെ പ്രശ്നത്തിൽ വളരെ തോതിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഭരണപക്ഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ സർക്കാർ തന്നെ വീഴുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് അവിടെ കാര്യങ്ങൾ പോകുന്നതും. അതോടൊപ്പം തന്നെ BJPക്ക് വളരെ തോതിൽ ശക്തിപ്പെടാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ അവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യർക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ അവിടെ ഭരണവീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യങ്ങളെല്ലാം അവരുടെ കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഇത് BJP എങ്ങനെ മുതലാക്കും എന്നുള്ളതാണ് ശരിക്കും കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്. നിലവിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസ് സർക്കാർ തന്നെ അവിടെ വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ, MLAമാർ കൂറുമാറുമോ, BJPയിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.